ഹലോ എവറി വൺ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഫാമിലി ലോ 2 എന്ന സബ്ജക്റ്റ് നോക്കാനായിട്ടാണ്. അപ്പോൾ ഫാമിലി ലോ 2 പഠിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഉറപ്പായിട്ട് എന്തായിരിക്കണം, ഫാമിലി ലോ 1 പഠിച്ചിട്ടുണ്ടായിരിക്കണം. കാരണം ഫാമിലി ലോ 1 എടുക്കുന്നത് 4th സെമിസ്റ്ററിലും ഫാമിലി ലോ 2 എടുക്കുന്നത് 5th സെമിസ്റ്ററിലായിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു ബേസിക് കണ്ടിന്യൂവേഷൻ നമുക്ക് കിട്ടണമെങ്കിൽ ഫാമിലി ലോ 1 പഠിച്ചിട്ടുണ്ടായിരിക്കണം. ഫാമിലി ലോ 2 എന്ന് പറയുന്നത് 5 മൊഡ്യൂളായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അതിൽ ഒന്നാമത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത് ഹിന്ദു ലോൻ്റെ അണ്ടറിലുള്ള ഹിന്ദു ജോയിൻറ്റ് ഫാമിലി എന്താണ്, കോപ്പാസിനറി എന്താണ്, ഡെപ്റ്റ് എന്താണ്, പയസ് ഒബ്ലിഗേഷൻ എന്താണെന്ന് നമ്മൾ മൊഡ്യൂൾ 1 പഠിക്കുന്നുണ്ട്. മൊഡ്യൂൾ 2 പറയുന്നത് ലോ ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് സക്സഷൻ ആപ്ലിക്കബിൾ ടു ഹിന്ദുസ്, മുസ്ലിംസ് ആൻഡ് ക്രിസ്ത്യൻസ് ആണ്. മൂന്നാമത്തേൽ ടെസ്റ്റമെൻ്ററി പവേഴ്സിനെ കുറിച്ചിട്ടാണ് പഠിക്കുന്നത്. നാലാമത്തത് ഏലിയനേഷൻ ഓഫ് പ്രോപ്പർട്ടി ബൈ ഗിഫ്റ്റ് എമംഗ് ഹിന്ദുസ്, മുസ്ലിംസ് ആൻഡ് ക്രിസ്ത്യൻസ്. അതായത് ഒരു വ്യക്തി മറ്റൊരു വ്യക്തിക്ക് ഗിഫ്റ്റായിട്ടൊരു പ്രോപ്പർട്ടി ഏലിയനേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് പഠിക്കുന്നതാണ് നാലാമത്തെ മൊഡ്യൂൾ. അതേപോലെ തന്നെ മുസ്ലിം ലോ ഓഫ് വഖഫും കൂടി എന്താണ് നാലാമത്തെ മൊഡ്യൂളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നുണ്ട്. അഞ്ചാമത്തെ മൊഡ്യൂളിൽ പറയുന്നത് വേരിയസ് റിലീജിയസ് ലോൻ്റെ അണ്ടറിൽ അഡോപ്ഷൻ ആൻഡ് ഗാർഡിയൻഷിപ്പ് ലോ എന്താണെന്നും കൂടിയും പറയുന്നുണ്ട്. ഇതിന് തൊട്ട് താഴെയായിട്ട് സജസ്റ്റഡ് റീഡിങ്സ് എന്ന് പറഞ്ഞിട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തന്നെ കുറച്ച് ബുക്കിൻ്റെ നെയിം സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഫെർദർ റീഡിങ്സിന് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ, അതേപോലെ തന്നെ ഓരോ കാര്യങ്ങളിലും നമുക്ക് കൂടുതലായിട്ട് നോളജ് വേണമെങ്കിൽ നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള ബുക്സിനൊക്കെ റെഫർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നോളജ് നല്ലതായിട്ട് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ അങ്ങനെ ആർക്കെങ്കിലും താല്പര്യമുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു ക്ലാസ് അവർക്ക് പോരാ എന്നുള്ളൊരു തോന്നൽ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു സജസ്റ്റഡ് റീഡിങ്സിൽ മെൻഷൻ ചെയ്തിട്ടുള്ള ബുക്സ് എടുക്കുക, റെഫർ ചെയ്യുക, നോട്ട് ഉണ്ടാക്കുക, പഠിക്കുക.